ഹായ് നമസ്കാരം. എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മുട്ടം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഒരു 4 കിലോമീറ്റർ മാത്രം അകലത്തിലായി ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ്. 4.25 സെൻറ്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച 4 ബെഡ്റൂമുകളുള്ള ഒരു വീട്. ആ വീടിൻ്റെ വീഡിയോയാണ് ഇന്ന് ഞാൻ ഉൾപ്പെടുത്തുന്നത്. ബസ് റൂട്ടിൽ നിന്നും കേവലം 50 മീറ്റർ മാത്രം അകലത്തിലായിട്ടാണ് ഈ വീട് വരുന്നത്. വീടിൻ്റെ മുന്നിലായി കാണുന്ന റോഡാണ്. ഏകദേശം 6 മീറ്റർ വിഡ്ത്തുള്ള വലിയ റോഡാണ് വീട്ടിൽ നൽകിയിരിക്കുന്നത്. വീടിൻ്റെ എലവേഷനിലേക്ക് വരികയാണെങ്കിൽ പൂർണ്ണമായും ഒരു കണ്ടംപററി ഡിസൈൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഒരു ഭാഗത്തായിട്ട് ബാൽക്കണി നൽകിയിരിക്കുന്നു. 2 ബാൽക്കണികൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് ബാൽക്കണികൾ നൽകിയിരിക്കുന്നത്. അത് പ്ലെയിൻ ഗ്ലാസും നൽകിയിരിക്കുന്നു. മുകളിൽ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്കുകളാണ്. അവിടെ പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. മോഡേൺ ഡിസൈനുള്ള ജനലുകളാണ് വീടിന് വരുന്നത്. വീടിൻ്റെ മതിലിലേക്ക് വരികയാണെങ്കിൽ ഒരു കണ്ടംപററി ഡിസൈനോട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിലുള്ള മതിൽ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ക്ലാഡിംഗ് ടൈലുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ 4-വേ LED ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. വലിയ ഒരു ഗേറ്റാണ് നൽകിയിരിക്കുന്നത്. സ്ലൈഡിങ്ങിലാണ് ഗേറ്റ് വരുന്നത്. അത് സ്ക്വയർ ട്യൂബും GI ഷീറ്റും ഉപയോഗിച്ചിട്ടാണ് ഗേറ്റ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു പെഡസ്റ്റൽ ഗേറ്റും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ മുറ്റത്തേക്ക് വരുമ്പോൾ കടപ്പ കല്ലുകളാണ് മുറ്റത്ത് നൽകിയിരിക്കുന്നത്. വലിയൊരു വാഹനം ഈ കാർ പോർച്ചിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ഒരു പ്ലാന്റർ ബോക്സ് നൽകിയിരിക്കുന്നു. മനോഹരമായിട്ടുള്ള രീതിയിലുള്ള ചെടികളെല്ലാം അവിടെ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഈ വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്കൊരു വലിയ വാഹനം, ഇന്നോവ പോലെയുള്ള വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് കിണർ നൽകിയിരിക്കുന്നു. നമുക്ക് ആവശ്യമുള്ള വെള്ളം ഈ കിണറിൽ നിന്ന് ലഭിക്കുന്നതാണ്. KW വാട്ടർ കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. വീടിനോട് ചേർന്നായിട്ട് നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു പ്ലാന്റർ ബോക്സ് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ ടെറാക്കോട്ട ടൈലുകളുടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് ടെക്സ്ചർ വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ആ കടപ്പ കല്ലുകൾ വിരിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ ഒരു ഡൈനിങ് സ്പേസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഭാഗമാണ്. ഇവിടെ നമുക്കൊരു കോർട്ട്യാർഡ് സ്പേസ് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ ക്ലാഡിംഗ് ടൈലുകൾ നൽകിയിരിക്കുന്നു. ഇവിടെ പെബിൾസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കാർ പോർച്ചിൽ ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലാഡിംഗ് ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ളതാണ് പില്ലറുകൾ നൽകിയിരിക്കുന്നത്. ഇതാണ് സിറ്റ് ഔട്ട്. നീളത്തിലാണ് സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നത്. ഗ്രാനൈറ്റ് സിറ്റ് ഔട്ടിൽ നൽകിയിട്ടുണ്ട്. മുകളിൽ പ്രൊഫൈൽ ലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോർ നോക്കാം. ഇവിടെയാണ് മെയിൻ ഡോർ നൽകിയിരിക്കുന്നത്. 2 പാളികളുള്ള മെയിൻ ഡോറാണ് വരുന്നത്. കട്ടിളകളെല്ലാം പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഹാൻഡിൽ നൽകിയിരിക്കുന്നു. ലിവിങ് സ്പേസിലേക്കാണ് നമ്മൾ കയറി വരുന്നത്. 2 ജനലുകളിൻ്റെ ഇരുവശത്തുമായിട്ട് കാണാം. മോഡേൺ ഡിസൈനിൽ തന്നെ നിർമ്മിച്ച ജനലുകളാണ്. ഇതാ ഫ്രണ്ടിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ട ജനലുമാണ്. അതുപോലെ തന്നെ TV യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെ ക്യൂരിയോ സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്തായിട്ടാണ് TV വരാനുള്ള പോർഷൻ നൽകിയിരിക്കുന്നത്. ഇവിടെ ചെറിയ PVC ലൂവേഴ്സ് കൊടുത്തിരിക്കുന്നു. താഴെ സ്റ്റോറേജ് സ്പേസുകൾ കാണാം. ഇവിടെ നമുക്ക് ആർക്കി ഡ്രൈവാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. ലിവിങ്ങിനോട് ചേർന്നാണ് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നത്. ഇതാണ് ഡൈനിങ് ഏരിയ. നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ല വിശാലമായിട്ടുള്ളതാണ് ഡൈനിങ് സ്പേസ്. നമ്മൾ നേരത്തെ കണ്ട കോർട്ട്യാർഡ് സ്പേസ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെ നിന്നാണ് സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. താഴെ ചെറിയൊരു പ്ലാന്റർ ബോക്സ് സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഇതുപോലെ ഇവിടെ നമ്മുടെ ടൈലുകൾ, ചെങ്കല്ലിൻ്റെ ഡിസൈനുള്ള ടൈല് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറങ്ങി നോക്കിയാൽ അറിയാം, മുകൾ ഭാഗത്തായിട്ട് നല്ല ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. ലൂവർ ഡിസൈനാണ് സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നത്. അവിടെ കോവ് ലൈറ്റിങ്ങും കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഡൈനിങ് സ്പേസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള വാഷ് കൗണ്ടർ നല്ല എലഗൻ്റായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഡ്രോപ്പിൻ്റെ ആകൃതിയുള്ള ഒരു മിറർ നൽകിയിട്ടുണ്ട്. LED മിററാണ്. ഇവിടെ ജാഗ്വാറിൻ്റെ ഒരു വാഷ് ബേസിൻ വൈറ്റ് കളറ്, അതുപോലെ തന്നെ ഒരു പില്ലർ ടാപ്പ്, വാനിറ്റി കൗണ്ടറും കൊടുത്തിട്ടുണ്ട്.
കിച്ചൺ വരുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് ഓപ്പൺ കൺസെപ്റ്റിൽ കിച്ചൺ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകളും ഇവിടെ ക്യൂരിയോ ഷെൽഫും എല്ലാം ആയിട്ട് ഇവിടെ ഭംഗിയായി തന്നെ അതും നൽകിയിരിക്കുന്നു. ഇവിടെ ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ എന്ന് നമ്മൾ പറഞ്ഞു. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ. ഇവിടെ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ലോവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ക്യൂരിയോ സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 ഹാങ്ങിങ് ലൈറ്റുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നതായി കാണാം. കിച്ചൻ്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഫുൾ ബോഡി ടൈലാണ് ഈ കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിരിക്കുന്നത്. മുകളിലും താഴെയുമായിട്ട് നമുക്ക് കബോർഡുകൾ കാണാം. പ്രൊഫൈൽ ലൈറ്റിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കിച്ചൺ വിൻഡോ നൽകിയിരിക്കുന്നു. സിങ്ക് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് കൂടി ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് വർക്ക് ഏരിയക്കുള്ള സ്പേസ്. അതിൻ്റെ വർക്കുകൾ നടക്കുന്നുള്ളൂ. രാത്രി ആയതുകൊണ്ട് അത്ര ക്ലാരിറ്റിയിൽ കാണണമെന്നില്ല. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ വാഷ് കൗണ്ടറിൻ്റെ 2 വശത്തുമായിട്ടാണ് ഡോറുകൾ കൊടുത്തിരിക്കുന്നത്. ഈ ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല മോഡേൺ ഡിസൈൻ ഈ ഡോറിന് നൽകിയിട്ടുണ്ട്. കയറി വരുന്നത് നമ്മുടെ ഈ ബെഡ്റൂമിലേക്കാണ്. ഇവിടെ നമ്മൾ കാർ പോർച്ചിൽ നിന്ന് കണ്ട ആ ജനലാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ വാർഡ്രോബ് വരുന്നത് ഇവിടെയാണ്. 2 വശത്തും 2 ഡോറുകൾ വരുന്നുണ്ട്. സെൻറ്ററിൽ ക്യൂരിയോ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ജനലും കൊടുത്തിട്ടുണ്ട്. ഇതിന് പാനൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. കബോർഡിലാണ് സാധാരണ ഡ്രസ്സിങ് യൂണിറ്റ് കൊടുക്കാറ്. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡ്രസ്സിങ് ഏരിയ ചെയ്തിട്ടുണ്ട്. ബാത്റൂം ഇവിടെയാണ് വരുന്നത്. ഫൈബർ ഡോറാണ് വരുന്നത്. തേക്കൂട്ടിൻ്റെ ഡിസൈനുള്ള ഫൈബർ ഡോർ. നേരെ കയറി വരുമ്പോൾ തന്നെ വാനിറ്റി കൗണ്ടറാണ്. ഇവിടെ ഒരു വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. സെൻട്രൽ ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ് ഒരുക്കിയിരിക്കുന്നത്. അത് കൺസീൽഡ് ഫ്ലഷ് ടാങ്കും വാൾ ഹാങ്ങിങ് ക്ലോസറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ റെയിൻ ഷവർ നൽകിയിരിക്കുന്നു. വാട്ടർ ഹീറ്ററിൻ്റെ പോയിൻ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളറാണ് ടൈലുകൾക്ക് വരുന്നത്. ഗ്ലോസി ഫിനിഷിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ബെഡ്റൂമാണ്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഡോർ വരുന്നത് ഇവിടെയാണ്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ സെയിം ഡോറ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളത് തന്നെയാണ് ഈ ബെഡ്റൂമും. ജനലുകളെല്ലാം നേരത്തെ കണ്ടതുപോലെയുള്ള ജനലുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വാർഡ്രോബ് ഡ്രസ്സിങ് യൂണിറ്റിൻ്റെ കൂടെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാത്റൂം ഇവിടെയാണ് വരുന്നത്. അത്യാവശ്യം ഭംഗിയുള്ള ബാത്റൂമാണ്. നേരത്തെ സെൻറ്ററിലാണ് ക്ലോസറ്റ് ചെയ്തതെങ്കിൽ ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ് നൽകിയിരിക്കുന്നത്. ബാക്കി വ്യത്യാസങ്ങളൊന്നുമില്ല. സെൻറ്ററിൽ ഷവർ കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലത്തെ നിലയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വരുന്നത് വുഡിലാണ്. അതുപോലെ തന്നെ ടഫൻഡ് ഗ്ലാസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വുഡൻ ഫിനിഷാണ്, പക്ഷേ ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഈ ഭിത്തിയിൽ നമുക്ക് ടെക്സ്ചർ വർക്കാണ്, സിമൻറ്റ് ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഗോൾഡൻ ഫിനിഷ് കൊടുത്തിട്ട് അവിടെ ഒരു സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ വരുന്നത് ഈ കാണുന്ന അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ഈ വീടിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ അപ്പർ ലിവിങ് സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. 2 ഡബിൾ ഹൈറ്റുകൾ കാണാം. ഇവിടെ ഡബിൾ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വാഷ് കൗണ്ടറിൻ്റെ ആ ഏരിയയാണ്. അവിടെയും ഡബിൾ ഹൈറ്റ് വരുന്നുണ്ട്. നല്ലൊരു ഷാൻലിയർ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ അപ്പർ ലിവിങ് സ്പേസിൻ്റെ ഒരു ഭാഗം ഈ ഭാഗത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു വർക്കിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ജനലുകളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടി വി വരുന്നത് ഈ ഭാഗത്താണ്. ടി വി യൂണിറ്റ്, ചെറുതായിട്ടൊരു ടി വി യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ 2 ബെഡ്റൂമുകളുണ്ട്. താഴത്തെ ബെഡ്റൂമുകൾ എവിടെയായിരുന്നു അതിൻ്റെ എക്സാക്റ്റ് സെയിം മുകളിൽ തന്നെയാണ് ബെഡ്റൂമുകൾ വരുന്നത്. അതുകൊണ്ട് ബെഡ്റൂമുകളുടെ വലിപ്പം സെയിം തന്നെയാണ്. ഡിസൈനും ഏകദേശം സെയിം തന്നെയാണ്. ഇവിടെ 4 താഴത്തെ നിലയിൽ ഇവിടെ ഒരു 4 കബോർഡുകളുണ്ടായി. പക്ഷേ ഇവിടെ 3 കബോർഡുകൾ മാത്രമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. ഇവിടെ വെറ്റും ഡ്രൈയുമായിട്ട് ബാത്റൂമിനെ തിരിക്കാവുന്നതാണ്. ഇവിടെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്താൽ വെറ്റും ഡ്രൈയുമായിട്ട് തിരിക്കാം. ഇവിടെ ഷവർ, സെൻറ്റർ ഭാഗത്ത് ക്ലോസറ്റും, നേരെ വരുമ്പോൾ വാഷ് ബേസിനും ഒക്കെ ചെയ്തിരിക്കുന്നു. ഇനി 4ാമത്തെ ബെഡ്റൂമാണ്. 4 ബെഡ്റൂമുകളും സ്പേഷ്യസ് ആയിട്ടുള്ളത് തന്നെയാണ്. ഇതാണ് 4ാമത്തെ ബെഡ്റൂം. ഏകദേശം സെയിം വലിപ്പം തന്നെ. ഇവിടെ വാർഡ്രോബ്, അതുപോലെ തന്നെ 2 വശത്തും ജനലുകൾ കൊടുത്തിട്ടുണ്ട്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഉള്ള ബെഡ്റൂമുകളാണ്. ഇതാണ് ബാത്റൂം. ഗ്ലോസി ഫിനിഷുള്ള വാൾ ടൈലുകളാണ് സെയിം ചെയ്തിരിക്കുന്നത്. ബാക്കി ഫിനിഷിംഗ് എല്ലാം നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്. ഈ വീട് വരുന്നത് കളമശ്ശേരി മുട്ടം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ മാത്രം അകലത്തിലായിട്ടാണ്. ബസ് റൂട്ട് ഫ്രണ്ടേജാണ്. ആലുവയിലേക്ക് ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ഒക്കെ ആയിരിക്കും ദൂരം വരിക. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ. ഇൻഫോ പാർക്കിലേക്ക് നമുക്കൊരു
9 കിലോമീറ്റർ ഏകദേശം അകലം വരും. നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. ഇനി യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് നമ്മൾ പോകുന്നത്. യൂട്ടിലിറ്റി സ്പേസ് ഇവിടെയാണ്. ഇതാണ് യൂട്ടിലിറ്റി ഏരിയ. രാത്രി ആയതുകൊണ്ട് ലൈറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് എത്ര ക്ലാരിറ്റി ഉണ്ടെന്നറിയില്ല. ഫുള്ളി കവേർഡാണ്, പോളികാർബണേറ്റ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. പോകേണ്ടത് ബാൽക്കണിയിലേക്കാണ്. ഇതാണ് ബാൽക്കണി. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബാൽക്കണി തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ കണ്ട ആ പില്ലർ അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നു. മുകളിൽ ലൂവർ ഡിസൈനിൻ്റെ പാറ്റേൺ കാണാം. ഇവിടെ ഹാൻഡ് റെയിൽ സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. താഴേക്ക് ഇറങ്ങാവുന്ന ഒരു ബാൽക്കണി കൂടി ഇവിടെ കൊടുത്തിരിക്കുന്നതായി കാണാം. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. ഈ വീടിന് നമ്മുടെ ബിൽഡർ ആവശ്യപ്പെടുന്നത് 1,05,00,000 രൂപയാണ്. 4.25 സെൻറ്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിൽ ചെയ്ത ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.